കോഴിക്കോട് താമരശ്ശേരിയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയുടെ പിതാവ് ക്വട്ടേഷൻ സ്വർണ്ണക്കടത്ത് കേസുകളിൽ പ്രതി. TP വധക്കേസ് പ്രതിക്കൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തുവന്നു. ഇന്ന് പോലീസ് നടത്തിയ റെയ്ഡിൽ ഇയാളുടെ വീട്ടിൽ നിന്ന് മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി TK രജീഷിനൊപ്പം മുഹമ്മദ് ഷഹബാസ് കൊലക്കേസിലെ മുഖ്യപ്രതിയുടെ പിതാവ് നിൽക്കുന്ന ചിത്രമാണിത്. സ്വർണ്ണക്കടത്ത്, കൊട്ടേഷൻ കേസുകളിൽ പ്രതിയാണ് വിദ്യാർത്ഥിയുടെ പിതാവ്. ഇന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ ഇയാളുടെ വീട്ടിൽ നിന്നും മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക്ക് കണ്ടെത്തി. ഇവിടെ രാവിലെ പരിശോധനയ്ക്ക് എത്തിയിരുന്നുവെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു. മാതാപിതാക്കളെ വിളിച്ചു വരുത്തിയ ശേഷം നടത്തിയ റെയ്ഡിലാണ് നഞ്ചക്ക് പിടിച്ചെടുത്തത്. മകനെ മർദ്ദിച്ചതിൽ കൊട്ടേഷൻ സംഘത്തിന് ബന്ധമുണ്ടെന്ന് മുഹമ്മദ് ഷഹബാസിന്റെ പിതാവ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ന് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ വീടുകളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. പരിശോധനയിൽ 4 മൊബൈൽ ഫോണുകളും ഒരു ലാപ്ടോപ്പും കണ്ടെത്തി. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൂടുതൽ ആളുകളുടെ പങ്ക് കണ്ടെത്താനായി പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു വരികയാണ്. അതേസമയം കേസിലെ 3 പ്രതികൾ കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികളെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നു. സ്കൂളിലുണ്ടായ പ്രശ്നത്തിന്റെ പേരിലായിരുന്നു കഴിഞ്ഞ ജനുവരി 5, 6 തീയതികളിലെ സംഘർഷം. പതിനെട്ട് വയസ്സ് പൂർത്തിയാകാത്തതിനാൽ തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല. നിയമം നൽകുന്ന ഈ ഇളവ് നമ്മുടെ കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസായി മാറുന്നു എന്നാണ് താമരശ്ശേരിയിലെ സംഭവം സൂചിപ്പിക്കുന്നത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.